ഹെലികോപ്റ്റർ യാത്രയിൽ വെട്ടിലായി മുഖ്യമന്ത്രി. 6ാം ദിനവും നിക്ഷേപക കൂടിക്കാഴ്ചയിൽ അവ്യക്തത തുടരുകയാണ്. കൂടിക്കാഴ്ചയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനും അറിവില്ല. യാത്രാ റൂട്ടിലുണ്ടായിരുന്നത് ആശുപത്രിയും വസതിയും മാത്രമാണ്. ഔദ്യോഗിക രേഖകളിൽ ഒന്നിലും സംരംഭക കൂടിക്കാഴ്ചയില്ല. അന്നേ ദിവസം മുഖ്യമന്ത്രി പോയത് കാരോത്തുകുടി ആശുപത്രിയിലേക്കും വീട്ടിലേക്കും. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രയിൽ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അതിനിടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ആദ്യ വിശദീകരണം മുഖ്യമന്ത്രി തിരുത്തിയതും വിവാദമായി. മുഖ്യമന്ത്രിയുടെ 2 ദിവസങ്ങളിലെയും പ്രതികരണം കേൾക്കാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവര് രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവര് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് അതേസമയം ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ബാലിശമായ ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട അല്ലല്ല, ദൈവത്തിനായിട്ട് ഞാനിപ്പോ ദേശീയ വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരോപണം ഉന്നയിക്കാതെ പ്രതിപക്ഷത്തിന്റെ ശൈലിയാണ് ഇപ്പോൾ അവിടെ കേരളത്തിൽ. അതിലൊക്കെ ഒന്നും ഞാൻ ഇടപെടാറില്ല. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മാധ്യമങ്ങളോട് മുന്നിൽ തന്നെ പരസ്യമായി പറഞ്ഞത് ചില കൂടിക്കാഴ്ചകൾ രഹസ്യമായി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളത്. ചില കൂടിക്കാഴ്ചകൾ രഹസ്യമായിരിക്കും, ചിലത് പരസ്യമായിരിക്കും എന്നുള്ളത്. പക്ഷേ അങ്ങനെ രഹസ്യമായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഒന്നും വിവരങ്ങളില്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത്. മാധു, ചില കൂടിക്കാഴ്ചകൾ രഹസ്യമായിരിക്കും എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ അതേ വിശദീകരണങ്ങൾ തന്നെ പലതവണയായി നൽകുമ്പോൾ അതിലുണ്ടാകുന്ന വൈരുദ്ധ്യം പക്ഷേ ഒരു പ്രശ്നമാണ്. മറ്റൊന്നൊരു നിക്ഷേപക ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ലഭ്യമായിട്ടും തിടുക്കപ്പെട്ട് ഡൽഹിയിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന നിക്ഷേപകർ ആരാണ് എന്നൊരു സ്വാഭാവിക സംശയവും രാഷ്ട്രീയ വിമർശനവും ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് അന്നേ ദിവസം മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനം നടത്തി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർന്നു വന്നത്. എന്ന് വെച്ചാൽ ആശുപത്രിയിൽ ഭാര്യാപിതാവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നതാണ് ആ രാഷ്ട്രീയ വിമർശനത്തിന്റെ കാതലായി വന്നത്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം വന്ദേ ഭാരതിന് പോകാൻ തീരുമാനിച്ചു, പക്ഷേ അത് പ്രായോഗികമായില്ല. അവിടെ നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ മാർഗം തിരഞ്ഞെടുത്തത് എന്നതായിരുന്നു. ആദ്യം കാലാവസ്ഥ വെല്ലുവിളിയായി, പിന്നീട് മടങ്ങി 10:45 എത്തേണ്ടതായിരുന്നു, മടങ്ങിപ്പോയി പിന്നീട് രണ്ടാമതാണ് എത്തിയത്. ആ യാത്രാ റൂട്ട് പരിശോധിക്കുമ്പോൾ സാധാരണ VIP യാത്രാ റൂട്ടുകൾ കൃത്യമായി ഉണ്ടാകും, പോലീസിന്റെ കൈവശം ഉണ്ടാകും, സ്പെഷ്യൽ ബ്രാഞ്ചിന് അത് സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടാകും. അതായത് ഒരു VIP മൂവ്മെന്റ് രജിസ്റ്റർ എന്ന പേരിൽ കൃത്യമായ റൂട്ട് അതത് പോലീസ് സ്റ്റേഷനുകൾക്കും പോലീസിനും കൈമാറുന്നതാണ് ജില്ലകളിൽ. അങ്ങനെയാണ് സാധാരണ രീതി. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് യാത്രയെക്കുറിച്ച് അറിവുണ്ടാകും. അത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ആശുപത്രിയും വസതിയും മാത്രമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ മറ്റ് എന്തെങ്കിലും ഒരു ഷെഡ്യൂൾ നിശ്ചയിച്ചിരുന്നില്ല എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നില്ല, അതിനെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്തെങ്കിലും അറിവില്ല. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷം രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നത്. മുഖ്യമന്ത്രി നുണ പറയുകയാണ് എന്നതാണ്. അങ്ങനെ ഒരു കാര്യത്തിൽപ്പെട്ടു. അതിനെ മറയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നുണ പറയുന്നു എന്നൊരു രാഷ്ട്രീയ വിമർശനം, അതായത് തുടർച്ചയായി അദ്ദേഹം പല കാര്യങ്ങളിലും ഇത്തരം രീതി സ്വീകരിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇനിയിപ്പോൾ ആ നിക്ഷേപകരുണ്ടെങ്കിൽ അവരാരാണ് എന്നത് സംബന്ധിച്ച് വ്യവസായ വകുപ്പിന് ധാരണയുണ്ടോ? അങ്ങനെ ഒരു ഷെഡ്യൂൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്തരം വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ ഇത്തരം കഥകൾ മെനയുന്നു മുഖ്യമന്ത്രി എന്ന രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷം ശക്തമാക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം. അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ തെറ്റൊന്നുമല്ല. പക്ഷേ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനം പൊതുവെ കോൺഗ്രസും UDF-ഉം ഒക്കെ അതിശക്തമായി തന്നെ ഉന്നയിച്ചതാണ്. ഹെലികോപ്റ്റർ ഒരു ധൂർത്താണ് എന്നതിൽ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ചർച്ച ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പക്ഷേ നേരെ തിരിച്ച് UDF അധികാരത്തിൽ വരുമ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയും ഉയർന്നു വരുന്നു. സ്വാഭാവികമായും ഇടതുപക്ഷം LDF എന്ന നിലയ്ക്ക് LDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം ഇതാ, അത് കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു, പൊതുവായ മെഡിക്കൽ എമർജൻസിക്കടക്കം ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യത്തെ വിമർശിച്ച ആളുകൾ ഇതാ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്ററിന് ദുരുപയോഗപ്പെടുത്തുന്നു എന്ന മട്ടിലുള്ള വിമർശനമാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് കാലാവധി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അഡീഷണൽ ചെലവൊന്നുമില്ല. പക്ഷേ ഇതേ കാര്യം തന്നെ വീണ്ടും വിശദീകരിക്കുമ്പോൾ ഈ നിക്ഷേപക കൂടിക്കാഴ്ച എന്നത് പറഞ്ഞു കുടുങ്ങിയോ
എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിക്ഷേപകരുമായി അല്ലെങ്കിൽ സംരംഭകരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും ഒന്നില്ല. അത് രഹസ്യമാണ്, സ്വകാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരു സംരംഭകർക്ക് എന്തായാലും മുൻകൂട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ തിടുക്കപ്പെട്ടവർ പോകാൻ നിൽക്കുമോ എന്നതടക്കം അന്നേ ദിവസം തന്നെ കാലാവസ്ഥ കാരണം ഈ യാത്ര മുടങ്ങിയതുമാണ്. അങ്ങനെ ഒരു സംഘം അപ്പോൾ അത്രയും കാത്തു നിൽക്കാമെങ്കിൽ അവർ തിടുക്കപ്പെട്ട് എങ്ങനെയാണ് ഡൽഹിയിലേക്ക് മടങ്ങാൻ നിന്നത് എന്നെല്ലാമുള്ള ചോദ്യങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെയാണ് യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടത്. രാഷ്ട്രീയ വിമർശനം ഏതായാലും പ്രതിപക്ഷം കടുപ്പിക്കുകയുമാണ്. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ആകെ അന്നത്തെ അദ്ദേഹത്തിന്റെ യാത്രാ റൂട്ടിലുണ്ടായിരുന്നത് ഈ ആശുപത്രിയിലേക്കും വീട്ടിലേക്കും ഉള്ള സന്ദർശനം മാത്രമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു നിക്ഷേപക കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോയത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ ആ കൂടിക്കാഴ്ച ക്രമീകരിച്ചത് എന്ന് പറയുകയും ചെയ്തു. ചില കൂടിക്കാഴ്ചകൾ രഹസ്യമായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ